ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇൻകത്തിൽ നിന്നും ഡിഡക്ട് ചെയ്തിട്ടുള്ള ടാക്സ് അവരുടെ ഇൻകം ടാക്സ് സൈറ്റിൽ അല്ലെങ്കിൽ ഫോം 26A വന്നിട്ടുണ്ടാവില്ല എന്നുള്ളത്. ഇതിന് പല കാരണങ്ങളാണ് ഉണ്ടാവുക. നിങ്ങളുടെ ഡിഡക്ടർ ഐതർ പാന് തെറ്റി ടാക്സ് അടയ്ക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡിഡക്ട് ചെയ്ത ടാക്സ് ഗവൺമെന്റിലേക്ക് കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഈവൻ ആഫ്റ്റർ ടാക്സ് പേയ്മെന്റ് അവർ TDS റിട്ടേൺ കറക്റ്റായി ഫയൽ ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഡിഡക്ട് ചെയ്ത ടാക്സ് നിങ്ങളുടെ ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് അക്കൗണ്ടിൽ വരാതിരിക്കാം. ഇതിന് താഴെ പറയുന്ന പോംവഴികളാണുള്ളത്. കൃത്യമായി ശ്രദ്ധിച്ചു. ആദ്യം നിങ്ങളുടെ ഇൻകത്തിൽ നിന്ന്, ഉദാഹരണം സാലറി ആണെങ്കിൽ സാലറിയിൽ നിന്നും ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടുണ്ട് എന്ന് കൺഫേം ചെയ്യാനുള്ള ഡോക്യുമെന്റുകൾ സജ്ജീകരിക്കുക. ഉദാഹരണം മന്ത്ലി നിങ്ങൾക്ക് കിട്ടുന്ന പേ സ്ലിപ്പ്, അതിന് ഡിഡക്ഷൻ ടാക്സ് എന്നുണ്ടെങ്കിൽ 1. 2. മാനുവലി എംപ്ലോയർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫോം 16, അതായത് അവർ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഫോം 16. ഇത് കൂടാതെ എംപ്ലോയറുടെ ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ ഓർ ടാൻ നമ്പർ, ഇത് നിങ്ങൾക്ക് തരുന്ന ഫോം 16 യൂഷ്വലി ഉണ്ടാവും. സോ ഇത് മൂന്നും സജ്ജീകരിച്ചതിന് ശേഷം നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈവൻ ദോ ഈ ടാക്സ് നിങ്ങൾ 26A ഓട്ടോ പോപ്പുലേറ്റ് ആയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇത്രയും ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടുണ്ട് എന്ന് ക്ലിയർ ആയി മെൻഷൻ ചെയ്ത് അലോങ് വിത്ത് ദ നെയിം ഓഫ് ദ എംപ്ലോയർ ക്ലിയർ ആയി മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ നിങ്ങളൊരു ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ 26A ടാക്സ് ക്രെഡിറ്റ് ഉണ്ടാവില്ല. ഇതിൽ രണ്ട് പോംവഴികളാണ് ഉണ്ടാവുക. 1. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ റിട്ടേൺ സ്ക്രൂട്ടിനിക്ക് എടുക്കുമ്പോഴേക്കും എംപ്ലോയർ ഇത് കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ TDS ക്രെഡിറ്റ് ഫോം 36A കൊണ്ടുവന്നിട്ടുണ്ടാവാം. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ഫയൽ ചെയ്ത റിട്ടേണും അവിടെ വന്ന ക്രെഡിറ്റിന്റെ ക്ലെയിമും കറക്റ്റ് ആയി എന്നർത്ഥം. ഇനി എങ്ങാനും നിങ്ങളുടെ എംപ്ലോയർ ഈ ടാക്സ് കറക്റ്റായിട്ട് ഫയൽ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ പേ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ റിട്ടേണിൽ ഈ ക്രെഡിറ്റ് ഉണ്ടാവുകയും 26A ക്രെഡിറ്റ് വരാതിരിക്കുകയും ചെയ്യും. ഈ ഡിസ്പാരിറ്റിക്ക് ഡിപ്പാർട്ട്മെന്റ് നിർബന്ധമായും എംപ്ലോയി ആയിട്ടുള്ള നിങ്ങൾക്ക് ഈ നോട്ടീസ് അയക്കുകയുള്ളൂ. പക്ഷേ ഇങ്ങനെ നോട്ടീസ് അയച്ചാൽ പോലും നിങ്ങൾക്ക് പാനിക് ആവാനുള്ളതില്ല. കാരണം എംപ്ലോയർ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൃത്യമായി ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനുള്ള എല്ലാ പ്രൂഫും ഫോം 16 അതേപോലെ തന്നെ മന്ത്ലി തരുന്ന പേ സ്ലിപ്പുകളും നിങ്ങളുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് വെച്ച് ധാരാളമായി ഡിപ്പെൻഡ് ചെയ്യാം. ആൻഡ് അസസി ഫേവറബിൾ ആയിട്ടുള്ള ഒരുപാട് ഡിസിഷൻസും ഓൾറെഡി നമ്മുടെ കേരളത്തിലും ഓൾ ഓവർ ഇന്ത്യയിലും വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ നിങ്ങളുടെ നിന്ന് ഡിഡക്ട് ചെയ്ത ടാക്സ് ഈവൻ ദോ 26A വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ ടാക്സ് ക്രെഡിറ്റ് കറക്റ്റായിട്ട് റിട്ടേണിൽ കാണിച്ചുകൊണ്ട് ക്ലെയിം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുക. ഏത് പോയിന്റിലാണ് നിങ്ങൾ ഇതിന്റെ ഡിസ്കഷൻ വേണ്ടതെന്നുള്ളത് താഴെ കമന്റ് ആയി മെൻഷൻ ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.